ഓ വല്ലാത്ത കഷ്ടം. അയ്യോ ഒന്നും പറയണ്ട. വൈദവ്യം മാതിരി ഒരു സാധനം ഒരാൾക്ക് വരില്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബാലൻസ് തെറ്റി. ബിക്കോസ് നമുക്കൊരു രക്ഷിതാവുണ്ട്. കുട്ടിയെ മാതിരി ഞാൻ വളർന്നത്. എന്നെ ശരിക്കും മകളെ മാതിരി അദ്ദേഹം നോക്കി. മുകളിൽ നിന്ന് ഇറങ്ങണ്ട പറയും, ഇരുന്ന് എഴുതിക്കോട്ടെ. ഒറ്റ ആൾ വന്നാൽ കാണാൻ സമ്മതിക്കില്ല, ഓടിക്കും. അങ്ങനെ ഒരു രക്ഷിതാവ് ഉണ്ടായിരുന്നു. പബ്ലിഷേഴ്സൊക്കെ റോയൽറ്റി ഇങ്ങനെ റെഗുലറായിട്ട് തരും, മൂപ്പര് ഫോണിൽ തിരിച്ചു പറഞ്ഞിട്ട്. ഇപ്പം എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ഡൽഹിയിലെ പബ്ലിഷറൊക്കെ എനിക്ക് തന്നിട്ട് കാലത്രയും ബുക്ക് ഇങ്ങനെ എഡിഷൻ ഇറങ്ങണു. മൈ സ്റ്റോറി എല്ലാ രാജ്യത്തെയും പോകുമ്പോഴും അവിടെ കാണാം. അയാൾ എനിക്ക് വല്ലതും തന്നിട്ടുണ്ട്. ഭർത്താവില്ലാത്തതുകൊണ്ടാ, പേടിയില്ല, വിധവയാണ്. ഞാൻ പോയി കേസ് കൊടുക്കില്ല എന്നറിയാം. കേസ് എന്നൊക്കെ പറഞ്ഞാൽ ടെൻഷനല്ലേ. എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ട് തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടു. അത് തെളിഞ്ഞ് വരാൻ 2 കൊല്ലം പിടിച്ചു, ചിലവും. അതുകൊണ്ട് എനിക്കൊന്നും വയ്യ. ആരോ പറഞ്ഞു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ കേസ് കൊടുക്കുന്നുണ്ട് വായനക്കാരെ വഞ്ചിച്ചതിന്. സാങ്കല്പിക കഥാപാത്രങ്ങളെ മിക്സ് ചെയ്തു. സാങ്കല്പിക കഥാപാത്രങ്ങളില്ലാത്ത ആരുടെ ലൈഫ് എല്ലാവർക്കും ഉണ്ടാവും സങ്കല്പത്തിൽ ആരെങ്കിലും, അല്ലേ? നമ്മൾ ആലോചിക്കില്ലേ? സാങ്കല്പിക ഗുരു, സാങ്കല്പിക കാമുകൻ, സാങ്കല്പിക കുട്ടികളൊക്കെ. ചിലപ്പോൾ ഉണ്ണികൃഷ്ണനായിരിക്കും പ്രേമം, ഇല്ലേ? ചിലർക്ക് മോനെ കാണണമായി തോന്നും, ഇല്ലേ? ഓടിക്കളിക്കണം. സങ്കല്പം നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എഴുത്തുകാർക്ക്, കലാകാരികൾമാർക്കൊക്കെ. അതിന് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ഞാൻ ചെയ്യുക? അയാൾക്ക് സഹിക്കുന്നില്ല. പാപപ്പങ്കിലാണെങ്കിൽ അയാൾ സഹിക്കും. അത് പുണ്യവതി എങ്ങാനും ആണെന്ന് തെളിഞ്ഞാൽ ഒരു ഷോക്ക് വരുമല്ലോ. കേരളമാണ് ചത്തുപോകും പേടിച്ചത്, ഹാർട്ടാണ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അത് ആ നിഗമനത്തിൽ വരാതിരുന്നോട്ടെ. പാപം ചെയ്തോളാന്ന് പറഞ്ഞോട്ട് സന്തോഷിച്ച് ചുണ്ടൊക്കെ നക്കിയിരുന്നോട്ടെ, അല്ലേ? പാപം ചെയ്ത സ്ത്രീ മതിക്കുട്ടി ഉണ്ടല്ലോ, മതിക്കുട്ടിക്ക് അത് സംഭവിച്ചല്ലോ, ഇത് സംഭവിച്ചു. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല നല്ലതല്ലാണ്ട്. ഒരു ചീത്ത അപസ്വരം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. എല്ലാം പെർഫെക്റ്റ്. ഇതിലപ്പുറം സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. സുഖമായിട്ടിരിക്കുന്നു, അല്ലേ? കുട്ടികൾ വന്ന് കാണുന്നു, എത്ര ഫ്രണ്ട്സ് വരുന്നു, എത്ര രാജ്യത്തു നിന്ന് ആളുകൾ വരുന്നു. സായിപ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരിക്കുക, കോവളത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നു ഭാര്യയും. ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഓടി വന്ന് എന്നെ കാണാൻ. ഏത് എഴുത്തുകാരനാണ് എന്നെ കാണാണ്ട് ഇന്ത്യയിൽ നിന്ന് മടങ്ങുക ചോദിക്കും? ഇല്ല, ആരുമില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് MA ബേബിയുടെ ഇതില്ലേ, ബേബി പറയാം ചോംസ്കി ഇനിയും വരുന്നുണ്ട്. ചോംസ്കി അന്ന് വന്നില്ലേ, അദ്ദേഹത്തിനൊക്കെ അത്ഭുതമായി. അന്വേഷിച്ച് വന്നില്ലേ ചോംസ്കിയും ഭാര്യയും ഇവിടെ. എന്നെ ആരും ക്ഷണിച്ചില്ല, സെമിനാറിനൊന്നും ക്ഷണിച്ചില്ല. അപ്പോൾ അവർക്കൊന്നും വിചാരമില്ല അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അന്യർക്കേ അറിയുള്ളൂ. ഇവിടെ വന്നപ്പോൾ അത്ഭുതമായി. അതുമാതിരി ഇനി വരേണ്ടത് അതുമാതിരി റൈറ്റേഴ്സും ഒക്കെ ഇവിടെ വരാണ്ട് പോവുക. ആര് ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് എല്ലാവരും മട്ടാഞ്ചേരിയും കാണിച്ചു കൊടുക്കുക, ചൈനീസ് നെറ്റും കാണിച്ചു കൊടുക്കും. ബുദ്ധിജീവികൾ വന്നാൽ അവരെന്നെ ചോദിക്കുക, എന്നിട്ട് മതി നെറ്റൊക്കെ എന്ന് പറയും. ചിലപ്പോൾ നെറ്റും കാണാണ്ട് പോകും, അല്ലേ? ഇവിടെ ജൂതത്തെരുവ് കാണിച്ചു കൊടുക്കും. ടൂറിസത്തിന് ഏറ്റവും ആകർഷിക്കുന്നത് ബുദ്ധിയുള്ള ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന റൈറ്റേഴ്സാണ്. ജെന്യുവനായിട്ട് സത്യം എഴുതുന്ന റൈറ്റേഴ്സ്. കാരണം ഈ റൈറ്റേഴ്സാണ് ചരിത്രം ഉണ്ടാക്കുന്നത്. ചരിത്രം എഴുതുന്ന പണ്ഡിതന്മാരല്ല. ബിക്കോസ് അവരിങ്ങനെ ഫോൾസിഫൈ ചെയ്യും കാര്യങ്ങൾ. റൈറ്റേഴ്സിൻ്റെ ഇതൊന്ന് മനസ്സിലാവും, എന്താ സത്യം, എന്താ സാമൂഹ്യ സ്ഥിതി ഇവിടെ. ഇപ്പം സ്ത്രീയുടെ സ്ഥാനം എന്താണെന്ന് വേണമെങ്കിൽ റൈറ്ററിനെ തന്നെ സഹിക്കും അറിയാൻ. വെറുതെ ഇപ്പം എൻ്റെ അടുക്കളയിൽ സാറിലോട്ട് ചോദിക്കും, സാറില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടാവും അവളുടെ ജീവിതം എന്താണെന്നല്ലേ. എനിക്കിപ്പോൾ ഒരുമാതിരി സ്ത്രീകളുടെയൊക്കെ മനസ്സിലാവുന്ന എങ്ങനെയാണ് ഇതെന്നെ കണ്ടിട്ട്. ഞാൻ ഖത്തറിലൊക്കെ പോയപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ചില പുതിയ ഐഡിയാസ് ഉണ്ട്. അതൊക്കെ ഒന്നും ഇവിടെ പറയിപ്പിക്കണം. എനിക്കതാണ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട്. ഇവിടെ വല്ലാണ്ട് അധപ്പതിച്ചിട്ടുള്ള ഒരു മേഖല അതാണ് ഈ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ മേഖല. നമുക്ക് ആവശ്യമുള്ളതൊന്നല്ല പഠിപ്പിക്കുന്നത്. ഒരു കീറ ഇൻ്റർവ്യൂവിനും പറ്റിയിട്ടുള്ള പഠിപ്പിച്ചല്ലേ, അത് പോരാ. ഇപ്പോൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ പിടിച്ചിട്ട് കണക്ക് പഠിപ്പിക്കുക, അവർക്ക് തീരെ രുചിക്കാത്തത്. അപ്പോൾ ഈ ടാലൻറ്റും പോവും. സാധാരണത്വം ഉണ്ടാക്കുകയാണ്, ഒരേ മോൾഡാക്കണം വെച്ചിട്ട് ടാലൻ്റാണ് പോവും.
സമയം ഉണ്ടാവില്ല ഇതിങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം, കമ്പൽസറി ആക്കരുത്. ആ ടാലൻറ്റ് കണ്ടുപിടിക്കുക, അച്ഛനും അമ്മയും ടീച്ചറും മനസ്സിലാക്കണം ആദ്യത്തെ കൊല്ലങ്ങളിൽ തന്നെ. എന്നിട്ട് അത് പ്രോത്സാഹിപ്പിക്കുക. ഇപ്പം എനിക്ക് കണക്കായിരുന്നു ഹേർഡിൽ. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ബട്ട് 6 വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങിയിട്ടുള്ള ആളാണ്. പബ്ലിഷ് ചെയ്ത് 14 വയസ്സിൽ ആദ്യത്തെ ഇംഗ്ലീഷ് കവിത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കണക്ക് പഠിക്കൂ എനിക്ക് സാധിച്ചില്ലേ. അപ്പോൾ അതുണ്ടാക്കരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഞാനൊരു ഫെയിലിയറാണെന്ന് എൻ്റെ അച്ഛനും തോന്നി. ബുദ്ധി ഇല്ലാത്തവളാണ്. ബുദ്ധി ടെസ്റ്റ് ചെയ്തു എന്നെ അഹമ്മദാബാദ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ അയച്ചു തന്നിട്ട് ഇത്ര പേപ്പർ 20 ദിവസത്തിൽ മടക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹോൾ നൈറ്റ് സാറ്റപ്പ് രാവിലെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ IQ ഹൈ ആണ്, പക്ഷെ കണക്ക് എന്ന് പറയുന്നത് അജ്ഞാത. അതാണ്. അപ്പോൾ നമ്മളത് കൽപ്പിച്ചുകൂട്ടി അങ്ങനെ ചെയ്യരുത്, കമ്പൽസറി ആക്കരുത്. ചില രുചി ഏതെങ്കിലും ഒരു പ്രതിഭയെ കണ്ട അതന്നെ എൻകറേജ് ചെയ്തിരിക്കണം നമ്മൾ. എന്താണ് അതെ, ഇതിപ്പോൾ ഞാൻ ഇൻഫീരിയറാണ്, എൻ്റെ അച്ഛനെയും വെറുപ്പിച്ചു ഞാൻ. അച്ഛനൊക്കെ ഭയങ്കര ദേഷ്യം വന്നു, ഇങ്ങനെ ഫൂളാന്ന് അറിഞ്ഞില്ല എന്നൊക്കെ. പിന്നെ ലേറ്റർ ഓൺ അച്ഛൻ ഓൾസോ ന്യൂ ഹൈ ആയിക്ക് തന്നെയാണ്. പിന്നെ എന്താ ചെയ്യുക. അപ്പോൾ അതും കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ വി മസ്റ്റ് എൻകറേജ്. ഇപ്പോൾ PT ഉഷയെ ഞാൻ പിടിച്ചിരുത്തിയിട്ട് ഇവിടെ എംബ്രോയിഡറി ചെയ്യിക്കണ മാതിരിയാണ്. ഐ മീൻ ഷീ ഈസ് നോട്ട് കട്ട് ഔട്ട് ഫോർ ദാറ്റ്. ഓരോരുത്തർക്ക് നമുക്ക് ഓരോന്നുണ്ട്, അതിൽ നമ്മൾ പ്രതിഭയെ വർദ്ധിപ്പിച്ച് ഭയങ്കരമാക്കുക. അപ്പം നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് നല്ല ആൾക്കാർ വരും. അങ്ങനെ വേണ്ട ക്വാളിറ്റി അങ്ങനെ എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെമിനാർ വിളിച്ച എന്നെയും വിളിക്കാമെന്ന് പറഞ്ഞു സൂപ്പി സാഹിബ്. ഖത്തറിലെ ആളുകൾ, ഖത്തർ യൂണിവേഴ്സിറ്റി പറഞ്ഞു എന്നെ, മിനിസ്റ്ററിന് വലിയ ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ ഖത്തറിൽ നിന്ന് സെമിനാർ വിളിച്ചപ്പോൾ ഞാനൊന്നും പോയിട്ടില്ല. എനിക്കിതറിയില്ല, വല്ല ബ്യൂറോക്രാറ്റ്സിനെ അയച്ചോ ഡൽഹിയിൽ നിന്ന്, അറിയില്ല. ബിക്കോസ് ഇപ്പോഴത്തേക്ക് പഠിപ്പ് എന്ന് പറയുമ്പോഴത്തെ ഒരുമാതിരി ആക്കിയിട്ടേ എല്ലാം അകത്തുള്ള വിസ്റ്റൊക്കെ കളയും, ഞാൻ ചിന്തിക്കാനുള്ള കഴിവ് കളയും അല്ലേ. അവർ വിചാരം ഈ ഗൈഡൊക്കെ വായിച്ച് ഒന്നും തോന്നിക്കുകയാണ്. ഒന്നുമല്ല, ഭയങ്കര ജീനിയസ് ആയിരിക്കും, മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ ഇഷ്ടമില്ല. ഒരു ഇവിടെ തന്നെ സംഭവിച്ചതാണ് കൊച്ചിയിൽ. ആ ഒരു കുട്ടിയും അമ്മയും കൂടി വന്നു. അവള് ഇല്ല, അതെന്താ ഇതിനെ പറ്റിയാണോ? ആണോ? അതെയോ, അറിയില്ലട്ടോ. അത് നന്നായിരുന്നു, കണ്ടതാ. ഒരു പെൺകുട്ടിയെ കവിതയിൽ അത്ര എഴുതുക ഇല്ല, ഇങ്ങനെ പ്രോസ് ഇല്ല, അങ്ങനെ മലയാളം കവിത മതി. അപ്പോൾ ആ കുട്ടിയെ തോൽപ്പിച്ചു. ആര് പറഞ്ഞു ഇങ്ങനെ എഴുതാൻ? ടീച്ചർ പറയാം കവിതയിൽ എഴുതണ്ട, പ്രോസ് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് വേണ്ടേ, ഗൈഡ് എഴുതി കൊടുക്കുകയാണ് തരുന്നത്. ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് എഴുതണം, അതന്നെ എഴുതണം എന്നാണ് പറഞ്ഞത്. കുട്ടി കവിതയായിട്ട് ഭംഗിയായിട്ട് എഴുതി, കുട്ടിയെ പണിഷ് ചെയ്തു, തോൽപ്പിച്ചു ക്ലാസ്സിൽ. അപ്പോൾ ഇങ്ങനെ മെറിറ്റ് ഉള്ള കുട്ടികളെയൊക്കെ നമ്മൾ നശിപ്പിക്കുക, കൽപ്പിച്ചു വിട്ടിട്ട്. അതുകൊണ്ട് എനിക്ക് ആകെ ഒരു ഭാഗ്യം ഉണ്ടായത് അതാണ്, അങ്ങനത്തെ വിദ്യാഭ്യാസം കിട്ടിയില്ല. ഈ അവിടെ പോയി ഇരുന്നിട്ട് പഠിപ്പിക്കണ ഒരു അപക്വ മനസ്സുള്ളവരാണ് ടീച്ചർമാരൊക്കെ. അവരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 15 വയസ്സിൽ കല്യാണം കഴിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം എനിക്ക് കണക്ക് പാസ്സാവാൻ കൂട്ടി ഇടലല്ലേ. പിന്നെ എന്ത് ചെയ്തു, എൻ്റെ ഭർത്താവ് പറഞ്ഞു പറ്റില്ല, പ്രൈവറ്റായിട്ട് യു മസ്റ്റ് ഫിനിഷ്, എന്നിട്ട് എല്ലാം പഠിപ്പിക്കും എന്ന് പറഞ്ഞു. എനിക്ക് വലിയ ദുരിതമായിരുന്നു. പിന്നെ എന്താ അറിയില്ല, ആരൊക്കെയോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് കണക്ക് സ്ക്രിപ്റ്റ് പ്രൈവറ്റായിട്ട് എഴുതിച്ചു എൻ്റെ ഭർത്താവിന് കുറവായിട്ട്. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇംഗ്ലീഷ് ഭാഷ കുട്ടിക്കാലം മുതലേ പഠിച്ചു ഞാൻ. ആദ്യം തന്നെ ഇംഗ്ലീഷുകാരുടെ സ്കൂളിൽ പോയത്, സെൻറ്റ് സിസീലിയസ്. അപ്പോൾ അപ്പോഴൊരു കോംപ്ലക്സ്, 5 കുട്ടികളേ ഉള്ളൂ, കറുത്ത കുട്ടികൾ, മറ്റൊക്കെ സായിപ്പ്മാരാണ് കൽക്കട്ടയിൽ പാർക്ക് സ്ട്രീറ്റിൽ. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു എന്ത് യൂണിഫോമൊക്കെ ഇട്ടിട്ട് എന്താ ഫലം, ഈ കറുത്ത ഈ സ്കിന്നിൻ്റെ യൂണിഫോം ഊരാവേയല്ലോ. അപ്പം ഞാൻ എഴുതിയ കവിതയൊക്കെ സായിപ്പുമാരെഴുതിയെന്നോണ പറയാം, അവർ ടീച്ചർമാർ എന്നോണ പറയാം. എനിക്ക് മനസ്സിലായി ഒക്കെ നുണയമിലാണ് നിൽക്കണെല്ലാം സിസ്റ്റം അല്ലേ. നോണ പറഞ്ഞിങ്ങനെ ഇപ്പം പേടിയില്ല, ഭയങ്കര സന്തോഷം. അതൊക്കെ മാറി, അത് ഇസ്ലാം ചേർന്നുകൊണ്ടായിരിക്കും. എനിക്ക് മോഹമാണിപ്പോൾ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഈ നോമ്പ് തീരാനപ്പോൾ മരിക്കും, കൊല്ലുന്ന് പറയണ്ട എന്തായാലും. അതുകൊണ്ട് ഇപ്പോൾ സെക്യൂരിറ്റി ടീമൊക്കെ വലിയ ഒരു പെട്ടിയൊക്കെ തുറന്നു നോക്കും. പക്ഷേ ഈ നോമ്പ് കഴിയുമ്പോൾ ഈ കൊല്ലുന്ന ചില സഹൃദയരൊക്കെ പറഞ്ഞിട്ടുണ്ട്.
രാത്രിയൊക്കെ പൊടി ആ സാറിലെ പഠിപ്പിക്കും. എന്നിട്ടിപ്പോൾ പോലീസൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ പുതിയ ഫോണാണ്, ഞങ്ങൾ നമ്പറൊക്കെ കിട്ടും ഇന്ന ആളുടെ. അപ്പോൾ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു സം പോലീസ് കൺട്രോൾ റൂം സംതിങ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ നാബ്ദം. വളാഞ്ചേരിയിൽ ജീവനോടെ കുഴിച്ചിടുന്നുണ്ട്, ജീവനോടെ കുഴിച്ചിടാൻ സഹിക്കുമോ? ഞാൻ അടിച്ച് കൊല്ലൂലേ? ഞാൻ വല്ല മഹാത്മാഗാന്ധിയോ യേശുക്രിസ്തു പറ്റുവാണോ? എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ അടിച്ച് ഇല്ലാണ്ടേക്കും. ഞാനും കുറച്ച് ചെറുപ്പത്തിൽ ജൂഡോ പഠിച്ചിട്ടുള്ള ആളാണ്. അന്ന് കരാട്ടെ ഇല്ലേ, ജൂഡോ, ഈ കൈ കൊണ്ട് വെട്ടിയിട്ട് അതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. നല്ല കാശൊക്കെ കൊടുത്തിട്ട് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്നും വിടില്ല, എന്നെ കൊല്ലാൻ വന്നാൽ ആദ്യം അയാൾ വിടും അല്ലേ. പക്ഷെ കൊല്ലൽ ഇഷ്ടമല്ല എനിക്ക്. ഞാൻ വെജിറ്റേറിയനൊക്കെ അല്ലേ, ഞാൻ കൊന്നിട്ടുമില്ല, കൊല്ലാൻ ഇഷ്ടമില്ല. പക്ഷെ എന്നെയൊക്കെ തൊടാൻ വന്നാൽ വിഷമായിരിക്കും അല്ലേ. ചിലരൊക്കെ ചെയ്തു കേട്ടോ, സ്വീറ്റ് കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങൾ വായിൽ വെച്ചിട്ടൊക്കെ. അപ്പം ഞാൻ ഭാഗ്യവശാൽ എന്നോട് പറഞ്ഞിട്ടായിരുന്നു പാടില്ലെന്ന് തിന്നുക. സോ ഞാൻ പോയിട്ട് അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് ബാത്റൂം പോകുന്നിട്ട് തുപ്പും. എന്നിട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ 2-4 കുട്ടികളുണ്ടായിരുന്നു ഇവിടെ. അതിലൊരു സമ്മത്ത് എന്ന് പറഞ്ഞ കുട്ടി തിന്നോക്കി ആലട്ടു. അവനെ ഹോസ്പിറ്റലിൽ കയറ്റിയേനെ, മെഡിക്കൽ ഡ്രസ്സിൽ. ഡയറിയ, വോമിറ്റിങ്. 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആൾ ആകെ ഡീഹൈഡ്രേറ്റഡായി. ഈ സ്ത്രീ കൊണ്ടുവന്നു. ഈ സ്ത്രീ പിന്നെ ബിരിയാണി ഇത് വെജിറ്റബിൾ ബിരിയാണി തിന്നണം, ഇപ്പം തന്നെ സ്പൂണ് തിന്നണം, ഞാൻ ഫീഡ് ചെയ്യാം. വേണ്ട പിന്നെ ആവാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ കഴിച്ചോണ്ട് ഇവിടെ വയ്ക്കുമോ പറഞ്ഞു. എന്നിട്ട് ഈ സ്ത്രീ പോയപ്പോൾ സമത് വന്നിട്ട് അതും എടുത്ത് തിന്നു. അവനെ ഹോസ്പിറ്റലിൽ കയറ്റേണ്ടിയിരുന്നു. ബിക്കോസ് പീപ്പിൾ പോയ്സൺ മീ. അപ്പോൾ ഈ സ്ത്രീകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ത്രീയല്ലേ പാവം, ഒന്നുമില്ല, അത് മുട്ടായും കൊണ്ടുവരും എൻ്റെ വായിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോലീസ് എന്നോട് പ്രത്യേകം പറയുന്നുണ്ട്, സ്ത്രീകളെ ഒട്ടും എന്താണ് വിശ്വസിക്കേണ്ട, വായിൽ കൊണ്ടുവരും വെക്കാൻ സമ്മതിക്കില്ല. ആണുങ്ങളാണെങ്കിൽ നമുക്ക് നോക്കാം, കത്തി ഉണ്ടോ ഇല്ലേ, എന്തുകൊണ്ടാണ് വരുന്നത്, തപ്പ് ഒരാൾ നോക്കിയാൽ മതി. അന്ന് എനിക്ക് 8 ആളുണ്ടായിരുന്നു, ലൈക്ക് കമാൻഡോസ്, NDF ബോയ്സാണ്. അവരിവിടെ താമസിച്ചു ആ ഓഫീസ് മുറിയിൽ. 8 ആൾക്കാർ എല്ലാവരും തടഞ്ഞ് നിർത്തി ചോദിച്ച് ദേഹമൊക്കെ പരിശോധിച്ച്. പെണ്ണുങ്ങളെ ഒട്ടും കയറ്റില്ല. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നാലെ വരും സമത്. എന്നിട്ട് ഇപ്പം സമത് മുസ്ലിം ലീഗിലാണ് ചേർന്നു. അപ്പോൾ ചോദിച്ചു കുട്ടി NDFൽ വലിയ ആളാണ് എന്താ ഇപ്പോൾ? അപ്പോൾ ഇല്ല ഉമ്മ, ഞാൻ മുസ്ലിം ലീഗ് പേടി പറയാൻ NDFന്ന്. NDFനെ ബാൻ ചെയ്തില്ലേ, അതുകൊണ്ട്. നല്ല കുട്ടികൾ, അസല കുട്ടികൾ. ഇപ്പോഴും എനിക്ക് ജന്മം വേണ്ട, എനിക്കിനി ജന്മം വേണ്ട. സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കണം, എനിക്ക് മടങ്ങേ വേണ്ട. മടുത്തു ഈ മനുഷ്യജന്മവും ഈ ലോകവും. സ്ത്രീയല്ല ആണും പെണ്ണും അതൊന്നും ഞാൻ ആലോചിക്കാറില്ല. പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എന്നോട്. പെണ്ണാണ്, മുടിയൊക്കെ കണ്ടാൽ പെണ്ണുമാരുണ്ടല്ലോ, അപ്പോൾ പെണ്ണേ ഇരിക്കണം. പക്ഷേ അതൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മുടെ പ്രസവമൊക്കെ കഴിഞ്ഞു, കുട്ടികളെയൊക്കെ മുലയൂട്ടി വലുതാക്കി നന്നായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയാണോ പെണ്ണാണോ ആണാണോ ഒന്നും സാരമില്ല. നല്ല സ്നേഹമുള്ള ആളായിരിക്കണം. വരുന്നവർക്കൊക്കെ സ്നേഹം കുറച്ച് കൊടുക്കണം, പ്രത്യേകിച്ച് വയ്യാത്തവർക്കല്ലേ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ജന്മം വേണ്ട, തീർച്ചയായിട്ടും വേണ്ട. അതാ അന്തിമ തീരുമാനം. എനിക്ക് മടങ്ങേ വേണ്ട, പ്രത്യേകിച്ച് കേരളത്തേക്ക് വരേ വേണ്ട. ചീത്താക്കാൻ ഒന്നും വേണ്ട. ക്രൈമിൻ്റെ വംശജരൊക്കെ നന്നായി വരട്ടെ അല്ലേ. ഇനിയും പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച് അവരുടെയൊക്കെ ചരിത്രമില്ല എന്നൊക്കെ പറയട്ടെ ദൂഷ്ടന്മാർ അല്ലേ. ഞാനൊക്കെ ശപിച്ച പിന്നെ പൂട്ടും മാസിക ഓഫീസ് പൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ശപിക്കില്ല. നോമ്പ് കാലല്ലേ, ആരെയും വെറുക്കാൻ പാടില്ല, വ്രതം ശുദ്ധി പോവും. അപ്പം നമുക്ക് ഇല്ലെങ്കിൽ ക്രൈമിലെ ആളെ ഒന്ന് ശപിക്കായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും ഹിന്ദുവാണെങ്കിൽ ഒന്ന് ശപിക്കുമായിരുന്നു അല്ലേ. പോടാ നീ നശിച്ചു പോകുമെന്ന് പറയും അല്ലേ. അപ്പം നശിക്കും. ഞാനൊക്കെ ശപിച്ചപ്പം നശിക്കും. ഇപ്പോൾ പറ്റില്ല, മുസ്ലിം അല്ലേ, ഒക്കെ പൊറുക്കണം. എൻ്റെ കോൺട്രിബ്യൂഷൻ ടു മലയാളം ലിറ്ററേച്ചർ ആരെങ്കിലും അവഗണിക്കാൻ സഹിക്കുമോ? ഐ ഹാവ് ചേഞ്ച്. ഓരോരുത്തർ എഴുതാനും കൂടി പഠിപ്പിച്ചു, മാറ്റി. എന്നിട്ട് എനിക്ക് തന്നിട്ടില്ല കേന്ദ്ര അക്കാഡമി അവാർഡ്. എത്ര ആൾക്ക് കിട്ടിയിരിക്കുന്നു റൈറ്റേഴ്സിന് ഇവിടെ അല്ലേ. എനിക്ക് തന്നിട്ടില്ലേ. അപ്പം ഞാൻ ചോദിച്ചു റീസൺ പണിക്കരോട്, ഡോണ്ട് ഐ ഡിസേർവ് സംതിങ് ഫോർ മലയാളം കോൺട്രിബ്യൂഷൻ? അത് ഇംഗ്ലീഷിൽ കിട്ടിയാൽ പോരാ. അങ്ങനെ പറ്റില്ല.
രണ്ടിലും മിടുക്കിയായതുകൊണ്ട് എന്നെ ശിക്ഷിക്കണോ? ഇല്ലേ? ഒരാളുടെ സാമർത്ഥ്യം കാരണം ആളെ ശിക്ഷിക്കുക പറഞ്ഞേ, അത് ഇവരൊക്കെ മഹാ ഇതായിട്ടാണ്. കൊടുക്കില്ല. അവിടെ ആരിരുന്നാലും ഇപ്പം ഇതൊക്കെ മാറ്റാൻ പോകാത്ര. പി രവീന്ദ്രൻ വന്നിരുന്നു, എന്നോട് പറഞ്ഞു ഇപ്പോൾ മഹാശ്വേത വരും. മഹാശ്വേത വളരെ നല്ല സ്ത്രീയാണ്. അവർക്ക് ഇങ്ങനെ വിദ്വേഷവും പ്രജഡിസും ഉണ്ടാവില്ല. മഹാശ്വേത ടവറിങ് പേഴ്സണാലിറ്റി അല്ലേ, ജീവിതം തന്നെ അർപ്പിച്ചിരിക്കുകയാണ് ഈ ബീഹാറിലെ ട്രൈബൽസിന് വേണ്ടി. അങ്ങനെ ജീവിതം ഹോമിച്ചിട്ടുള്ളൊരു റൈറ്റർ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേച്ചറാണ് ഇന്ത്യയിൽ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ മഹാശ്വേത. ഒണ്ടേ തിങ് സെയിം സാധിക്കും. എന്താ വെച്ചാൽ അന്യഭാഷകളൊന്നും അറിയില്ല അധികം. ഇതൊരു പഴയ സാധനമല്ലേ, പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് പഴയതല്ല, ഇത് പുത്തൻ പെട്ടിയാണ്. മാനവീയത്തിന് എന്നെ ക്ഷണിച്ച് സ്റ്റേജിൽ നിന്ന് നായനാർ തന്ന ഉപഹാരം. എനിക്ക് മാത്രമല്ല, ഷൈനിക്ക് കിട്ടി കായിക രംഗത്തെ ചിലർക്ക്. പക്ഷെ എനിക്ക് സന്തോഷമായി. അന്ന് ആദ്യം ഞാൻ കാണുന്നത് ഇ കെ നായനാർ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്നു, സംശയമൊന്നുമില്ല. നായനാരുടെ പേരക്കുട്ടി എൻ്റെ വീട്ടിൽ വരാറുണ്ട്, അങ്കിത. നല്ല ചായ ഉണ്ട്, ആ പല്ലിനുള്ള വിടവും കൂടി ഉണ്ട്. ഉഷയുടെ മോള്. ചിലർ വന്നിട്ട് ചോദിക്കും നായനാർ സ്ത്രീ വിദ്വേഷിയാണ്, അതുകൊണ്ട് പ്രതികരിക്കണം. എന്നോട് പറയാം എന്തോ ഒന്ന് സ്ത്രീകളെ പറ്റി. ഞാൻ എന്ത് വിദ്വേഷമോ ഒന്നുമില്ല, ഞാൻ എന്തായാലും നായനാരെ കുറ്റം പറയില്ല. ഓർമ്മ അത് എന്നെ കിട്ടില്ല. ഐ മിസ് ഹിം ആക്ച്വലി. മൂപ്പര് സംസാരിക്കുമ്പോൾ ഓടിച്ചെല്ലിട്ടെ. ഞങ്ങൾക്കൊക്കെ നായനാരെ കാര്യം ഈ വീട്ടിൽ. മൂപ്പര് അത് പാർട്ടിയുടെ അല്ല, അതൊരു ആളുടെ അല്ലേ? പറയൂ മോളെ. കുട്ടിക്ക് ഇതിലൊക്കെ താല്പര്യം. കട്ടില് ചിറ്റഞ്ഞൂർ കോവിലത്തെ ഒരു തമ്പുരാൻ്റെയാണ്, എൻ്റെ മുത്തച്ഛൻ്റെ. എൻ്റെ അമ്മയുടെ അച്ഛൻ ചിറ്റഞ്ഞൂർ വലിയ തമ്പുരാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കട്ടിലാണ്, സപ്രമഞ്ചം. അപ്പോൾ അവർ കോവിലൊക്കെ പൊളിച്ചു. സി കുഞ്ഞൻ രാജ, സി ഉണ്ണിരാജ ഒക്കെ ഉള്ള ആളാണ്. അത് എൻ്റെ അമ്മയുടെ അച്ഛൻ മുത്തശ്ശൻ്റെ അനന്തരവനായിരുന്നു ഉണ്ണിരാജ. വളരെ ബുദ്ധി ഉള്ള ഒരു വർഗമാണ് ആ കുടുംബം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കും, നാലപ്പാട്ടുകാർക്ക് വലിയ ബുദ്ധിയുണ്ട് പറയുമ്പോൾ അതിലൊക്കെ എത്രയോ അധികം ബുദ്ധി ചിറ്റഞ്ഞൂരായിരുന്നു. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭാഗ്യം, അത്രയേ ഉള്ളൂ. അവരുടെ ചിറ്റഞ്ഞൂർക്കാരുടെ മൂക്ക് കിട്ടി, പക്ഷെ ബുദ്ധി കിട്ടാൻ സാധിച്ചില്ല എനിക്ക്. വലിയ തമ്പുരാൻ്റെ. എനിവേ ഇത് ഇങ്ങനെ കട്ടിലും ഫേണിച്ചറൊക്കെ വിറ്റു. അവരൊക്കെ പോയി എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നു. ഒരു 2000 രൂപ എടുത്തൊരു പേഴ്സിലിട്ടിട്ട് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു സെയ്ദ് മാഷ്ക്ക് വിറ്റിട്ടുണ്ട് ഈ കട്ടിൽ മുത്തശ്ശൻ്റെ. ഞാനവിടെ പോയി പറഞ്ഞു സ്ട്രേറ്റ്, ചിറ്റഞ്ചൂർ കോവിലത്തെ തമ്പുരാൻ്റെ പേരക്കുട്ടിയാണ് ഞാൻ, ബാലാമണിയമ്മയുടെ മകള് നാലപ്പാട്ടെ. ഈ കട്ടിൽ എനിക്ക് കിട്ടണമെന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അതൊന്നും വെറുതെ കിട്ടില്ല കുട്ടിയെ. മാഷ് പറയാം മുറുക്കി തുപ്പി, വയസ്സായിട്ടുള്ള ആളാ. 80 ഉറുപ്യ കൊടുത്തു. ഞാനത് വാങ്ങി. പിന്നെ പെയിൻറ്റ് ചെയ്യിപ്പിച്ചു. അത് വലിയ വഷളായിരുന്നു കേട്ടോ, വാസ്തവം പറയുകയാണെങ്കിൽ. സേതു മാഷ്ക്ക് വലിയ ടേസ്റ്റൊന്നുമില്ല. ഇതൊക്കെ പച്ച മഞ്ഞ നിറമൊക്കെ ഇരുന്ന്, ഇലയൊക്കെ പച്ച ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. ഒരു പിങ്ക് പൂവ ഇങ്ങനെ എന്തൊക്കെയോ പറ്റിച്ചു. മഹാവികൃതമാക്കിയിരുന്നു. പക്ഷെ സ്റ്റഫ് നന്നായതുകൊണ്ട് ഞാൻ അപ്പോൾ എത്രയാവും മാഷ ചോദിച്ചു. 250 തരാം, എടുക്കാൻ സഹിക്കോ കുട്ടിയെ ചോദിച്ചു. പണ്ടത് ഞാൻ പറഞ്ഞു ഈ 2000 കൊണ്ടാണ് വന്നിറക്കണേ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തരാം, വേഗം കൊടുത്തു. എന്നിട്ടൊരു വണ്ടിക്കാരനെ വിളിച്ചു. ഇത് ഉന്തിക്കൊണ്ട് 80 ഉറുപ്യ ഉന്തിക്കൊണ്ടിട്ട് പാർട്സായിട്ടൊക്കെ ഊരിയിട്ട് കൊണ്ടുവന്നു. പിന്നെ ഒരിക്കൽ ഞാനത് ഒരാളെ വിളിച്ച് 10 ദിവസം പണിക്കൂലി കൊടുത്ത് ഇതൊക്കെ റിമൂവ് ചെയ്യിച്ചു. എന്ത് വിഷമം അറിയോ പെയിൻറ്റ് റിമൂവ് ചെയ്യാൻ. വളരെ കഷ്ടപ്പെട്ടുകൾ. ഈ സാൻഡ് പേപ്പർ ഇട്ടറൊക്കെ എല്ലാം. ബിക്കോസ് പെയിൻറ്റ് ഇട്ടിട്ടുള്ള കട്ടിൽ ഞാൻ വയ്ക്കുമോ? കുട്ടികളുടെ മാതിരി, ചെറിയ കുട്ടികളുടെ മാതിരി അല്ലേ? പക്ഷേ എനിക്ക് അതിലുള്ളൊരു അഭിമാനം. എത്ര ആളെ എൻ്റെ അടുത്ത് 100-300 വർഷം ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് ഇത് ചിലർ വന്ന് ചോദിക്കും എന്നോട്. ആൻറ്റീക്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ, പരിചയമുള്ളവരൊക്കെ ചിലർ വന്ന് ചോദിച്ചു, ഞങ്ങൾ 500,000 തരാം, വലിയ 1 ലക്ഷം ഞങ്ങൾ കൊണ്ടുപോട്ടെ.
അപ്പോൾ ഞാൻ പറയും നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശൻ്റെ കട്ടിൽ അന്വേഷിച്ച് പോയിക്കോളൂ. എൻ്റെ മുത്തശ്ശൻ്റെ കട്ടിലുമ്പിൽ ഇരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങളൊക്കെ കുടിയന്മാരാണ്, നിങ്ങളൊക്കെ ദുഷ്ടന്മാരാണ്, ഇരിക്കാൻ പാടില്ല പറഞ്ഞു. ഇത്ര സാത്വികനായിട്ട് നല്ല നിർമ്മല ഹൃദയനായിട്ടൊരു മുത്തച്ഛനാണ് എൻ്റെ. അദ്ദേഹത്തിൻ്റെ കട്ടിലുമ്പിൽ ഇരിക്കാൻ യോഗ്യത ഉണ്ടാവുക ഈ കാശും കൊണ്ട് വരുന്നവർക്ക്. കാശിന് വേണ്ടി മുത്തശ്ശനെ ഒന്നും വിൽക്കാൻ എനിക്ക് തയ്യാറല്ല അല്ലേ? അതിലൊക്കെ അഭിമാനമുണ്ട്. അതുകൊണ്ട് ഈ കട്ടിലിൻ്റെ വർക്കത്ത് നല്ല ദിവസം നോക്കി ഇതുപോലിരിക്കുമ്പോൾ എനിക്ക് തോന്നും നല്ല ഇരിക്കാൻ നല്ല ഇടം അല്ലേ? ഉയരം കൂടുതലല്ലേ? ഇവിടെ കിടന്നാൽ വീണാലോ? ഇത്തിരി ഉയരം കൂടുതലാണ്. സപ്രമഞ്ചാണത്, കട്ടിലില്ല. പകലിങ്ങനെ ഇരിക്കുക ചാരിയിട്ട്. എന്നിട്ട് ഇവിടെയൊക്കെ പായിട്ട് പുൽപ്പായ ഇടും. അന്നൊക്കെ പുൽപ്പായ കിട്ടും. അത് നരിയുടെയൊക്കെ ചിത്രം അത് മുമ്പിലിട്ട് സന്ദർശകർ അവിടെ ഇരിക്കുക, തമ്പുരാതിൻ്റെ മുകളിലിരിക്കുക. അങ്ങനെ ഇരുന്ന് ഒരുമാതിരി തമ്പുരാട്ടി ഉണ്ട് ഇല്ലേ? ചിലർ കളിയാക്കിയിട്ടൊക്കെ ഇരിക്കുക. ഏതോ ഏഷ്യാനെറ്റാൻ പറ്റുക ഒരു വിശറി എടുത്തിട്ട് സുറയ്യ തമ്പുരാട്ടി വേസ്റ്റ് മാലിന്യം നിങ്ങൾ സ്ലമ്മിൽ കൊണ്ടിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ശുദ്ധമെന്നാണ ഞാൻ അങ്ങനത്തെ ടൈപ്പാണോ? ഇവിടത്തെയൊക്കെ ഈ കോളനിയിൽ പോയി ചോദിക്കൂ ഞാൻ ആരാന്ന്. അവരേ പറയുള്ളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും ഓടി വരാനുള്ള ഒരാളേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും ഗാർബേജ് അവിടെ കൊണ്ടുവരണമെന്ന്. എവിടെ എന്തൊക്കെ നുണയെ പ്രചരിപ്പിക്കണേ. എന്നിട്ട് ഞാൻ വിശ്രീ ഇങ്ങനെ എടുത്തിട്ട് സുരയ്യ തമ്പുരാട്ടി അത് പറ്റില്ല, സാധുക്കളുടെ അടുത്ത് ഗാർബേജ് കൊണ്ടുവരാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാ. എങ്ങനെ ഇതൊക്കെ പറയണേ? എന്നിട്ട് വിശറി എടുത്തിട്ട് കാണിച്ചത് എന്തിനത്ര ഞാൻ അത്ര പത്രാസുകാരിയെന്ന്. അല്ല, ഇവിടെ കറണ്ടൊക്കെ പോകുമ്പോൾ വിശറി വേണം, നമുക്ക് ജീവിക്കാൻ. വയസ്സായില്ലേ? വിശറി പിടിച്ചോണ്ട് എന്താ? ഞങ്ങളൊക്കെ എല്ലാവരും പഠിച്ചതാണ്. മുത്തശ്ശി കൂടി വിശറി ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ വിശറിയാണ്. അന്ന് ഫാനൊന്നും ഇല്ല, നാലപ്പാട്ട് ഇങ്ങനെ എടുത്ത് വീശന്നെ അല്ലേ? അതൊന്നും പുച്ഛിക്കാനൊന്നുമില്ല അല്ലേ? നല്ല അമ്മയമ്മയാണ്. ആരറിഞ്ഞു? ഉപദ്രവിച്ചിട്ടില്ല കുട്ടികളെയൊന്നും, സ്നേഹിച്ചിട്ട് തന്നെ ഉള്ളൂ. അവർക്ക് ഇഷ്ടമാണ് തോന്നണു. അവരോട് ചോദിച്ചാൽ അവർ പറയും സത്യം അല്ലേ? ഞാൻ ദ്രോഹിച്ചിട്ടില്ല ഒരിക്കലും. മക്കളെ ദ്രോഹിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ലാളിച്ച് വളർത്തി. ലാളന എനിക്കിഷ്ടമാണ്. ലാളിക്കുക എന്ത് ആരെയും അതില്ലേ വയ്യാത്തവരെയൊക്കെ ലാളിക്കും ഞാൻ. അപ്പോൾ എയ്ഡ്സ് രോഗിയൊക്കെ വന്നാൽ പറയണോടെ ഞാൻ വീട്ടിലൊന്നും കയറാൻ വയ്യ, സ്പർശിക്കില്ല, കയറിയാൽ ഞങ്ങൾ തൂങ്ങി മരിക്കുന്ന പറയത്ര. ഒരാൾ വന്നിട്ട് പറയാം അയാളുടെ അച്ഛനും പെങ്ങളും നീ വീട്ടിൽ കയറിയാൽ ഞങ്ങൾ തൂങ്ങി മരിക്കുന്നു. എന്താ ചെയ്യുക? സോ അയാൾ അതാണ് പരാതി എന്ന് പറഞ്ഞു. ഞങ്ങൾ വലിയ മീറ്റിംഗ് നടക്കുക BTH വെച്ചിട്ട് ഞങ്ങളുടെ ലോകസേവ. അപ്പോൾ അയാൾ പറയാം ലോകസേവ എന്താ എന്നെ പോലുള്ള ആൾക്ക് എന്താ ചെയ്യാൻ പോണത്? അപ്പോൾ എന്താ നിങ്ങളുടെ പരാതി? എന്നെ 4.5 കൊല്ലമായിട്ട് ആരും തൊട്ടിട്ടില്ല, എന്നപ്പം അത് തീർക്കാമെന്ന് പറഞ്ഞു. സ്റ്റേജ് മേക്ക് വിളിച്ചു, അവിടെ കെട്ടിപ്പിടിച്ചു തന്നെ. അപ്പോൾ സമാധാനമായി. അയാൾ ഇറങ്ങി കണ്ണിലൊക്കെ വെള്ളമായിട്ട് അവിടെ പോയിരുന്നു. പിന്നെ വ്യത്യാസം ഇവിടെ വന്നു. ഹെൽപ്പ് വേണം. ബിക്കോസ് എയ്ഡ്സിൻ്റെ രോഗത്തിന് നമ്മൾ മരുന്ന് വലിയ എക്സ്പെൻസീവാണ്. അത് ആർക്കും താങ്ങാൻ സഹിക്കുന്നില്ല. ഇപ്പം എനിക്ക് ഒരു എയ്ഡ്സ് രോഗി എവിടെ അയക്കേണ്ടതെന്നൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അയക്കുകയും ചെയ്യാം. കണ്ണൂർ, തൃശ്ശൂരൊക്കെ ആ സ്ഥലങ്ങളറിയാം. പക്ഷെ ആ ട്രീറ്റ്മെൻറ്റിന് എൻ്റെ ഇല്ല പൈസ കൊടുക്കാൻ. ഒരു മാസം ചുരുങ്ങിയത് 2500 മരുന്നിന് വേണം. ആർക്കാണ് കൊടുക്കുക? ഇപ്പോൾ ഈ അയക്കണ കണ്ണൂർ ഒരു ഫാദറിൻ്റെ അവിടെ അദ്ദേഹത്തിന് ആ പണം കൊടുക്കാൻ വയ്യ. പക്ഷെ ഷെൽട്ടർ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അങ്ങനെ കൈൻഡായിട്ടുള്ളവരുണ്ടേ. നമുക്കൊരു കവിതയിലേക്ക് പോവാം. വായിക്കാൻ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രോമിസ് ചെയ്യാൻ വയ്യ. എന്നുവെച്ചാൽ കാണാൻ വലിയ പ്രയാസമായി കണ്ണ്. കിനാവ് കണ്ട രാധ. കൃഷ്ണ, നീ വെറും കിനാവെന്ന് ഈ രാധ വിശ്വസിച്ചില്ല. നിന്റെ കരവലയത്തിൽ ഒതുങ്ങിയപ്പോൾ ഋതുക്കൾ മാറുന്നതും ഇലകൾ കൊഴിയുന്നതും മഞ്ഞു വീഴുന്നതും ഞാൻ അറിഞ്ഞതുമില്ല. എന്നിൽ വസന്തം നിറഞ്ഞു നിന്നു, നിത്യവും അനശ്വരമായ പ്രേമം. നീ എന്നിൽ പ്രവേശിച്ചപ്പോൾ ഈ ശരീരം നിൻ്റെ ഗൃഹമായി, ഈ ആത്മാവ് നിൻ്റെ ശയ്യാഗൃഹം. ഒരു പ്രതിമ മാത്രമായിരുന്നു ഞാൻ, കല്ലായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൾ, സംഗീതം ശ്രവിക്കാത്തവൾ, വാർദ്ധക്യത്തിലേക്ക് നിരന്തരം മെല്ലെ മെല്ലെ ചരിച്ചവൾ, സൃഷ്ടിയുടെ പൊരുൾ തേടിയവൾ. നീ വെറും കിനാവെന്ന് ഈ രാധ വിശ്വസിക്കണോ?
സ്വർഗവും വെറും കിനാവായി മാറിയോ? 1000 കുടന്ന വെള്ളം കോരിയെടുക്കുവാനുള്ള ആവേശത്തോടെ ദാഹഭരിതയായി കവിതയുടെ പ്രളയത്തിലേക്ക് കൂപ്പുകുത്തിയ സുരയ്യയ്ക്ക് ജീവിതം ഇന്നൊരു രണ്ടാമൂഴമാണ്. അവർ ഉൾപ്പുളകത്തോടെ പറയുന്നു, ഞാൻ വളരും, വീണ്ടും വീണ്ടും തളിരിടും, പൗർണമികൾ ആവർത്തിക്കപ്പെടും, ഞാൻ പ്രണയിനിയാണ്, പ്രണയപാത്രമാണ്, എൻ്റെ നേത്രങ്ങളിൽ ഉന്മാദത്തിൻ്റെ തിളക്കമുണ്ടെന്ന് പിറുപിറുക്കുന്നവർ ആരാണ്? ആരായാലും അവരോടെനിക്ക് വൈരമില്ല, അനുകമ്പ മാത്രം. മായാമൃഗത്തെ പോലെ സ്വതന്ത്രയായി വിഹരിക്കുന്ന ഈ ലോകത്തിലേക്ക് നിങ്ങൾക്കൊരിക്കലും പ്രവേശനം ലഭിക്കുകയില്ലല്ലോ. അതെ, ആരാണിവൾ? പ്രണയഗായികയോ, കവയിത്രിയോ, മുറിവേറ്റ കുയിലോ, വാനമ്പാടിയോ? ഈ മധുരക്കനി തേടി തേൻകാട്ടിലെത്തുന്ന പഥികരോട് ഒരപേക്ഷ മാത്രം. കള്ളിമുള്ളുകൊണ്ട് ഈ തരളിത മാനസത്തെ കുത്തി നോവിക്കരുതേ. ഇവളൊരു പാവം വാസവദത്ത. പ്രപഞ്ച ഗായികയായ കമലാ സുരയ്യയ്ക്ക് പെൺമലയാളത്തിൻ്റെ പ്രണാമം.